ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മുടെ MS വേർഡിൽ നമ്മൾ ഇതുപോലെയുള്ള ഒരു വർക്കാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇത് ഒരു ID കാർഡാണ്. ഇതുപോലുള്ള ID കാർഡുകൾ നമുക്ക് ഫോട്ടോഷോപ്പ്, കോറൽ ഡ്രോ, ഇല്ലുസ്ട്രേറ്റർ ഇങ്ങനെയുള്ള സോഫ്റ്റ്വെയറിൽ മാത്രമല്ല നമുക്ക് ചെയ്യാൻ കഴിയാം. ഓക്കെ, നമുക്ക് MS വേർഡിൽ നമുക്ക് ശ്രമിച്ചാൽ നമുക്ക് ഇതുപോലെയുള്ള ID കാർഡുകളൊക്കെ നമുക്ക് ചെയ്യാം. എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻസെർട്ടിൽ പോയിട്ട് ഷേപ്സ് എടുക്കുക. ഇൻസെർട്ടിൽ പോയിട്ട് ഒരു ഷേപ്പ് നമ്മൾ ഇതുപോലെ വരക്കുക, ഒരു വലിപ്പത്തിൽ നമ്മുടെ ID കാർഡിൻ്റെ സൈസിൽ വരക്കുക. ഇനി ഇതിന് നമുക്ക് 2 കളേഴ്സ് അപ്ലൈ ചെയ്യണം. 2 കളേഴ്സ് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഈ ഷേപ്പ് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഫോർമാറ്റ് ഓപ്ഷനിൽ വന്നിട്ട് ഷേപ്പ് ഫില്ല്. ഈ ഷേപ്പ് ഫില്ലിൽ ഗ്രാഡിയൻ്റ് എടുക്കുക. ഗ്രാഡിയൻറ്റിൽ മോർ ഗ്രാഡിയൻ്റ് മോർ ഗ്രാഡിയൻ്റ് കൊടുത്താൽ ഗ്രാഡിയൻ്റ് ഫില്ല് എന്ന ഓപ്ഷൻ ഇവിടെ കാണാം. ഗ്രാഡിയൻ്റ് ഫില്ല് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഇവിടെ 2 കളേഴ്സുകൾ കാണാം. പോയിൻ്റ് ഗ്രാഡിയൻ്റ് സ്റ്റോപ്സിൽ ഇവിടെ ഞാൻ ഈ ഒരു പോയിന്റിൽ ക്ലിക്ക് ചെയ്തു. ഇവിടെ കളേഴ്സ് എന്ന് കാണാം. ഈ കളറിൽ ക്ലിക്ക് ചെയ്യുന്നു. നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് അപ്ലൈ ചെയ്യാം. ഓക്കെ, ദെൻ ഈ ഒരു പോയിന്റ് സെലക്ട് ചെയ്യുന്നു. അടുത്ത കളർ നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഒരു കളറാണ് അപ്ലൈ ചെയ്തത്. അപ്പോൾ 2 കളേഴ്സാണ് വന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു കളേഴ്സ് ഇങ്ങോട്ടാവണം. അതേപോലെ ഈ 2 ഇങ്ങനെ എന്താ പറയുക, അതിൻ്റെ ആംഗിൾ നമുക്കൊന്ന് തിരിച്ചു കൊടുക്കാം. അപ്പോൾ ആംഗിൾ തിരിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൽ കാണാം. കണ്ടല്ലേ, ആംഗിൾ തിരിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഈ ഒരു കളേഴ്സ് ഈ ഗ്രാഡിയൻ്റ് സ്റ്റോപ്പിന് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു കളറും ഇവിടെ ഒരു കളറായിട്ട് തിരിഞ്ഞു. ഓക്കെ, ഈ ആംഗിളിൽ നമ്മൾ 190 ആക്കി കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെയുള്ളൊരു ഷേപ്പാണ്. അതുപോലെ ഷേപ്പ് വരക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രീ ഫോം ടൂൾ എടുക്കുക. അതേ ഷേപ്പിനകത്ത് ഇൻസെർട്ടിനകത്ത് ഷേപ്പ് തന്നെ ഉണ്ടാവും ഫ്രീ ഫോം ടൂൾ. അതിന് നമ്മൾ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്തു. ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് പാർട്ടാക്കി തിരിക്കുക. അങ്ങനെ ജസ്റ്റ് ഷിഫ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ചാൽ നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് ലൈൻ കിട്ടും. ഓക്കെ, ഇനി ഇതിനെ നമുക്ക് ഇതുപോലൊരു ഷേപ്പിലോട്ട് മാറ്റണം എന്നുണ്ടെങ്കിൽ എഡിറ്റ് ഷേപ്പ് എടുക്കുക, എഡിറ്റ് പോയിൻ്റ് എടുക്കുക. അതിനുശേഷം നമ്മളോട് ഒരു പോയിൻ്റ് ആഡ് ചെയ്യാം. ഈ പോയിൻ്റ് ആഡ് ചെയ്യുമ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആഡ് പോയിൻ്റ് എന്ന് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഈ വൈറ്റ് കളർ കാണുന്ന ഈ പോയിന്റിൽ ജസ്റ്റ് ഇങ്ങനെ പിടിച്ച് വലിക്കുക. ഇതിനെ നമുക്കൊന്ന് ഡിലീറ്റ് ചെയ്യാം. ഇത് നമുക്ക് കറക്റ്റ് ആയിട്ടില്ല. ഡിലീറ്റ് പോയിൻ്റ് എടുക്കുക. ജസ്റ്റ് നമ്മൾ ഈ ഒരു പോയിന്റിൽ പിടിച്ചിട്ട് നമ്മൾ ഇവിടെ വലിച്ചാൽ മതി. ഉണ്ടല്ലേ, ഈ ഒരു പോയിന്റിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് നമുക്ക് ഈ ഒരു പോയിന്റിൽ നമുക്ക് ഇങ്ങോട്ട് കുറച്ച് മുകളിലേക്ക് ആക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ്, അതായത് നമ്മൾ ഫോട്ടോഷോപ്പിലും കോറട്ടോയിലൊക്കെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിനകത്തും നമുക്ക് ഇതുപോലെയുള്ള ഓപ്ഷൻസ് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് ഒരു റൗണ്ട് ഷേപ്പ് വരക്കണം. അപ്പോൾ അതിനകത്ത് നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് അപ്ലൈ ചെയ്യാം. കളേഴ്സ് നമുക്ക് ഇവിടുന്ന് ഷേപ്പ് ഫില്ലിൽ പോയിട്ട് കളർ അപ്ലൈ ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ഒരു പിക്ചർ അതിലോട്ട് കൊണ്ടുവരണം. അതിന് ഷേപ്പ് എടുക്കുക. ഷേപ്പ് എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒരു ഇത് കൊടുത്തിട്ട് നമുക്ക് ഇതിനകത്ത് നമുക്കൊരു ഷേപ്പ് ഫില്ലിൽ പോയിട്ട് പിക്ചർ എടുക്കുക. വർക്ക് ഓഫ്ലൈനിൽ ക്ലിക്ക് ചെയ്യാൻ നമുക്ക് ഇഷ്ടമുള്ള ഒരു പിക്ചർ നമുക്ക് അതിനകത്തേക്ക് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഇതിനകത്ത് ടെക്സ്റ്റ് കൊടുക്കണം. അതുപോലെ ഇവിടെ ഒരു കളർ വേണം. ഷേപ്പ് എടുക്കുക. അതിനകത്ത് റെക്റ്റാങ്കിൾ ടൂൾ എടുത്തതിന് ശേഷം ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ ഒരു റെക്റ്റാങ്കിൾ വരക്കുക. അപ്പോൾ സെയിം കളർ തന്നെ ഇവിടെ ഷേപ്പ് ഫില്ലിൽ പോയിട്ട് ക്ലിക്ക് ചെയ്യാം. ആഡ് ടൈറ്റിൽ കൊടുക്കുക. അതായത് ആഡ് ടെക്സ്റ്റ് കൊടുത്തതിന് ശേഷം നമ്മൾ ഇവിടെ എന്താണോ വേണ്ടത് അത് നമ്മളിവിടെ ടൈപ്പ് ചെയ്യാം. ഓക്കെ, 2 ലൈൻ കൊടുക്കുമ്പോൾ ലൈൻ സ്പേസിങ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഹോം മെനുവിൽ പോവുക. എന്നിട്ട് റിമൂവ് സ്പേസ് ആഫ്റ്റർ പാരഗ്രാഫ്. അപ്പോൾ 2 ലൈൻ്റെയും ഇടയിലുള്ള സ്പേസ് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റി. അതേപോലെ തന്നെ ഈ ഷേപ്പിന് ചുറ്റുമുള്ള ഔട്ട്ലൈൻ, അതായത് സ്ട്രോക്ക് നമുക്കൊന്ന് ജസ്റ്റ് വൈറ്റ് ആക്കി കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഷേപ്പ് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ പിക്ചർ ടൂൾസിൽ വന്നിട്ട് ഡ്രോയിങ് ടൂൾസിൽ വന്നിട്ട് ഷേപ്പ് ഔട്ട്ലൈനിൽ വൈറ്റ് കൊടുക്കുക. അപ്പോൾ വൈറ്റായി. ഇനി അതിൻ്റെ ഒരു വെയിറ്റ് കൂട്ടണം എന്നുണ്ടെങ്കിൽ ഇവിടെ വെയിറ്റിനകത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഇനി നമുക്ക് ഇതുപോലെ ഒരു എംബ്ലം ലോഗോ നമുക്ക് ഇതിലോട്ട് കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഷേപ്പാണ് എടുക്കേണ്ടത്, റൗണ്ട് റെക്റ്റാങ്കിൾ ഷേപ്പ്.
ജസ്റ്റ് നമ്മൾ ഇങ്ങനെ ഷേപ്പ് വരയ്ക്കുക. ഓക്കെ, ഇതിൻ്റെ കോർണർ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാം. അതുപോലെ ഈ യെല്ലോ കളറുള്ള പോയിന്റിൽ. ഇനി ഇതേപോലെ തന്നെ നമ്മൾ നേരത്തെ കൊണ്ടുവന്ന പോലെ നമ്മൾ ഷേപ്പ് ക്ലിക്ക് ചെയ്യുന്നു. ഇതിൽ നമ്മൾ ലോഗോ എന്ന് നമുക്ക് എവിടെയാണോ ലോഗോ എന്നുള്ളത് നമ്മൾ അടിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ ലോഗോ സെലക്ട് ചെയ്ത് നമ്മുടെ എയ്സപ്പിൻ്റെ ലോഗോ നമ്മൾ സെലക്ട് ചെയ്യുന്നു, നമ്മൾ ഇൻസെർട്ട് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു ഷേപ്പിലോട്ട് നമ്മുടെ ലോഗോ കിട്ടി. ഇനി നമ്മളിതിനെ ഒന്ന് ചെറുതാക്കി കൊടുക്കാം. ഇനി നമുക്ക് അതിലോട്ട് ടെക്സ്റ്റ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ വെച്ചിട്ട് മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ആഡ് ടെക്സ്റ്റ് കൊടുത്താലും മതി. കഴ്സർ ഇവിടെ ജസ്റ്റ് ഒന്ന് എൻട്രി ചെയ്യുക. കണ്ടില്ലേ, നമുക്കിതുപോലെ ടൈപ്പ് ചെയ്യാം. ഇനി നമുക്കിതിനെ ലൈൻ സ്പേസിങ് അഡ്ജസ്റ്റ് ചെയ്യാം. ഹോമിൻ്റെ അകത്ത് വന്നിട്ട് റിമൂവ് സ്പേസ് ആഫ്റ്റർ പാരഗ്രാഫ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഭാഗം നമുക്ക് ക്ലിയറായി. ഇനി നമുക്ക് ഇതിന് താഴെ നമുക്ക് ഷേപ്പ് പേരൊക്കെ നമുക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ, കുട്ടിയുടെ പേര് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിൽ വെച്ചിട്ട് മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ആഡ് ടെക്സ്റ്റ് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് എൻ്റർ അടിച്ചിട്ട് നമ്മുടെ കഴ്സർ എവിടെയാണ് നമുക്ക് പേര് കൊടുക്കേണ്ടത് അവിടെ നമ്മൾ പേര് ടൈപ്പ് ചെയ്യുക. അതിൻ്റെ കളേഴ്സൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാം. കൊടുത്തിട്ട് നമ്മളിവിടെ ഫോണ്ട് കളറിൽ നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് അപ്ലൈ ചെയ്യാം. ഓക്കെ, ബ്ലാക്ക് ആണെങ്കിൽ ബ്ലാക്ക്, ഏത് കളറാണോ നിങ്ങൾക്ക് വേണ്ടത് ആ കളറിലോട്ട് നമുക്ക് ഇവിടെ വൈറ്റാണ് ഒന്നുകൂടെ എടുത്ത് കാണിക്കുക. ഇനി നമുക്ക് ടെക്സ്റ്റിനെ ബോൾഡാക്കി കൊടുക്കണമെങ്കിൽ ബോൾഡ് ചെയ്യാം. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഈ ഒരു ഷേപ്പ്, അപ്പോൾ നമുക്ക് സെയിം ഷേപ്പിൻ്റെ വലിപ്പം കിട്ടണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു ഷേപ്പിനെ സെലക്ട് ചെയ്യാം, കോപ്പി പേസ്റ്റ് ചെയ്യുക. കോപ്പി പേസ്റ്റ് ചെയ്യുമ്പോൾ സെയിം കോപ്പി കിട്ടി നമുക്കിതിൻ്റെ. ഇനി നമുക്കിതിൽ ഒരു ബ്ലൂ കളർ അപ്ലൈ ചെയ്യണം. ബ്ലൂ കളർ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഒരു ബ്ലൂ കളർ അപ്ലൈ ചെയ്തു. ഇനി ഇതിൽ ഇതുപോലെ ഒരു വൈറ്റ് ഷേപ്പും കൂടെ വേണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു റെക്റ്റാങ്കിൾ വരക്കുന്നു. റെക്റ്റാങ്കിൾ അല്ല, ജസ്റ്റ് എഡിറ്റ് ഷേപ്പ്. ഇനി റെക്റ്റാങ്കിൾ വരച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് എഡിറ്റ് പോയിന്റിൽ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെ വെച്ചിട്ട് ചെയ്തു, ഒരു റെക്റ്റാങ്കിൾ വരച്ചു. അതിന് ശേഷം നമ്മൾ വൈറ്റ് ഫില്ല് ചെയ്തു. പിന്നീട് നമ്മൾ എഡിറ്റ് ഷേപ്പ് എടുക്കുക. അതിന് എഡിറ്റ് പോയിന്റ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പോയിന്റിൽ പിടിച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒരു ഷേപ്പാക്കാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ ഇതുപോലെ അങ്ങോട്ട് നമുക്കിത് കുറച്ചും കൂടെ മുകളിലേക്ക് ആക്കണം എന്നുണ്ടെങ്കിൽ ഈ പോയിന്റിൽ പിടിച്ചിട്ട് മുകളിലേക്ക് മൂവ് ചെയ്യിക്കാം. ഇനി നമുക്കിവിടെ ഒരു ഇതേ സെയിം ഷേപ്പിനെ നമ്മൾ കോപ്പി പേസ്റ്റ് എടുത്തിട്ട് നമ്മൾ ഈ ലോഗോ ഇവിടെ തന്നെ വെച്ചു. കണ്ടില്ലേ, ഇവിടെ വെച്ചു. ഇനി ഇവിടെ നമുക്ക് കുട്ടിയുടെ പേരുകളൊക്കെ നമുക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ സൂം ചെയ്യാം. സൂം ചെയ്ത് നമുക്ക് എഡിറ്റ് പോയിന്റ് എടുക്കാം. ഇതിൻ്റെ ഫോർമാറ്റ് ഓപ്ഷനിൽ എഡിറ്റ് ഷേപ്പ് എടുത്തിട്ട് നമുക്ക് ഈ ഒരു ഷേപ്പൊക്കെ കുറച്ച് ഇങ്ങോട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ചെയ്യാം. ഓക്കെ, ഇനി ആഡ് ഷേപ്പിൽ ആഡ് ടെക്സ്റ്റ് എടുക്കുക. അതിൻ്റെ സെൻറ്റർ പോയിന്റ് മാറ്റിയിട്ട് നമ്മൾ ടോപ്പിലോട്ട് ഇടുക. ടോപ്പിലിട്ടിട്ട് ഹോമിൽ വന്നിട്ട് അലൈൻ ലെഫ്റ്റിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ കഴ്സർ ലെഫ്റ്റിൽ വന്നു. ഇനി നമുക്ക് കുട്ടിയുടെ പേരെന്താണോ അത് നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഇവിടെ നമ്മൾ പേര് ടൈപ്പ് ചെയ്യാം. അഡ്രസ്സും പേരൊക്കെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. മൊബൈൽ നമ്പറൊക്കെ ടൈപ്പ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ഇത് റിമൂവ് സ്പേസ് ആഫ്റ്റർ പാരഗ്രാഫ് എന്ന് കൊടുക്കാം. പിന്നെ സൈസ് ബോൾഡാക്കാം. ഇങ്ങനെയൊക്കെ നമുക്ക് കുട്ടിയുടെ പേര് ഇവിടെ ടൈപ്പ് ചെയ്യാം. ഇനി നമുക്ക് ഇവിടെ ഓഫീസിൻ്റെ പേര് അല്ലെങ്കിൽ സ്ഥാപനത്തിൻ്റെ പേരൊക്കെ നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്യാം. ഇതിനകത്ത് ആഡ് ടെക്സ്റ്റ് കൊടുക്കുക. ആഡ് ടെക്സ്റ്റ് കൊടുത്തിട്ട് നമ്മളിപ്പം നമ്മുടെ ഓഫീസിൻ്റെ പേരെന്ന് പറയുന്നത് എയ്സപ്പ് ആണ്. എയ്സപ്പ് ശിക്ഷാ കേന്ദ്ര. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് കളറ് നമുക്ക് വേണ്ട കളറിലോട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. അതിന് വൈറ്റ് കൊടുത്തു. ഈ എയ്സപ്പിനെ മാത്രം നമുക്ക് കുറച്ച് വലുതാക്കണം എന്നുണ്ടെങ്കിൽ സൈസ് കൂട്ടി കൊടുക്കാം. ഇനി നമുക്ക് ഒരു ടെക്സ്റ്റ് ബോക്സ് എടുക്കാം. ഇതേപോലെ ഒരു ടെക്സ്റ്റ് ബോക്സ് എടുക്കാം. ഇൻസെർട്ടിൽ പോയിട്ട് ടെക്സ്റ്റ് ബോക്സ് എടുത്തിട്ട് ഡ്രോ ടെക്സ്റ്റ് ബോക്സ് എടുത്തു. അതിനുശേഷം നമ്മളിങ്ങനെ ജസ്റ്റ് ഒരു ടെക്സ്റ്റ് ബോക്സ് വരച്ചോളൂ. അതിനകത്ത് നമുക്ക് ടൈപ്പ് ചെയ്യാം.
ഓക്കെ, അതായത് കോളേജ് ഓഫ് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ എന്നുള്ളത് നമ്മൾ ടൈപ്പ് ചെയ്തു. ഇനി നമുക്ക് അതിൻ്റെ കളർ ഫില്ല് ചെയ്യാം. ഓക്കെ, താഴെ നമ്മൾ വീണ്ടും മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് എൻ്റർ അടിച്ചിട്ട് ടെക്സ്റ്റ് ബോക്സ് എടുത്ത് നമ്മൾ അവിടെ താഴെ തന്നെ വരച്ചാലും മതി. നമുക്ക് പെട്ടെന്ന് അവിടെ ചെയ്യാൻ പറ്റും. ഇൻസെർട്ടിൽ പോയിട്ട് ടെക്സ്റ്റ് ബോക്സ് എടുത്തിട്ട് ഇവിടെ കറക്റ്റായിട്ട് വരക്കുക. കറക്റ്റായിട്ട് വരച്ചിട്ട് നമ്മൾ ടൈപ്പ് ചെയ്യാം. ഹോമിൽ സൈസൊക്കെ ഒന്ന് കുറച്ച് കൊടുത്തതിന് ശേഷം മീബറ്റ് കോംപ്ലക്സ് OPP പഞ്ചായത്ത് ഓഫീസ് റോഡ് നിയർ ബസ് സ്റ്റാൻഡ് എടവണ്ണ, ഇത് നമ്മൾ ടൈപ്പ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഫോൺ നമ്പർ കൊടുക്കാം. 97 47 34 87 54 സെൻറ്ററിൻ്റെ ഓഫീസ് നമ്പറാണ്. സെലക്ട് ചെയ്തിട്ട് നമ്മൾ അതിനെ റിമൂവ് ചെയ്യാം. എന്നിട്ട് ഈ വൈറ്റ് കളർ നമ്മൾ കളയണമെന്നുണ്ടെങ്കിൽ ഫോർമാറ്റ് ഓപ്ഷനിൽ പോവുക. ഷേപ്പ് ഫില്ലിനകത്ത് നമ്മൾ നോ ഫില്ല് കൊടുക്കുക. നോ ഫില്ല് കൊടുക്കുമ്പോൾ നമ്മുടെ മാറ്റർ നമുക്ക് ബ്ലാക്കിലാണ് കിടക്കുന്നത്, വൈറ്റിലോട്ട് ഇടുക. ടെക്സ്റ്റ് കളറ് വൈറ്റ് കൊടുക്കുക. അതേപോലെ തന്നെ അതിനൊന്ന് അലൈൻമെൻറ്റ്, സെൻറ്റർ അലൈൻമെൻറ്റ് കൊടുക്കുക. ബോൾഡ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഈ ഒരു ഔട്ട്ലൈൻ ജസ്റ്റ് ഒന്ന് നോ ഔട്ട്ലൈൻ ഫോർമാറ്റിൽ ഷേപ്പ് ഔട്ട്ലൈൻ. ഓക്കെ, അതിൽ നോ ഔട്ട്ലൈൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് കോറണ്ടോൾ ചെയ്യുന്ന അതേപോലെ തന്നെ MS വേർഡിനകത്തും നമുക്ക് ഇതുപോലെ ID കാർഡുകളൊക്കെ ഡിസൈൻ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. എൻ്റെ മുന്നോട്ടുള്ള യാത്ര നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത വർക്കുമായിട്ട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.